പ്രിയപ്പെട്ട നമസ്കാരം. ജെൻസനാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. ഭവന വായ്പയുമായി ബന്ധപ്പെട്ടും വിവിധ വായ്പാ പദ്ധതികളുമായി ബന്ധപ്പെട്ടും നമ്മുടെ സർക്കാരുകളുടെയും അതേപോലെ തന്നെ ഗവൺമെന്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, എൻബിഎഫ്സികൾ, പ്രൈവറ്റ് ബാങ്ക്സ് തുടങ്ങിയവരുടെയും പോളിസികളും പ്രോസസ്സുകളും സത്യസന്ധതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ് ക്രെഡിറ്റ് മന്ത്ര എന്ന് പറയുന്നത്. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോ ചെയ്ത് പോകാൻ ഇത് തീർച്ചയായിട്ടും പ്രചോദനമാണ്. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പ്രിയപ്പെട്ട നമസ്കാരം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വീട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോൺ ലഭിക്കുന്നതിന് വേണ്ടി ബാങ്കുകൾ പൊതുവായി നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മളൊരു വീട് വാങ്ങിച്ചതിന് ശേഷം തുടർന്ന് മെയിൻ്റനൻസിന്റെ വർക്കോ അതല്ലെങ്കിൽ രണ്ടാം നിലയോ അതല്ലെങ്കിൽ വീടിന്റെ ഒരു മുറിയോ മുന്നോട്ട് ഇറക്കുന്നതിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ ഒക്കെ ലോൺ നമുക്ക് ബാങ്കുകൾ തരാൻ തയ്യാറാണ്. എന്നാൽ അങ്ങനെ ബാങ്കുകൾ ലോൺ നൽകുന്നതിന് പൊതുവായ കുറച്ച് മാനദണ്ഡങ്ങൾ ബാങ്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ലഭിക്കുമോ എന്നും അതേപോലെ തന്നെ എത്ര ലക്ഷം രൂപ വരെ നമുക്ക് വീട് എക്സ്റ്റൻഷനും മെയിൻ്റനൻസിനും ഒക്കെ കിട്ടുമെന്നുള്ളതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മളൊരു ഭവന വായ്പ എടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഡോക്യുമെന്റുകളാണോ ബാങ്കിന് സമർപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റുകളും ബാങ്കിൽ സമർപ്പിച്ച് അതനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് ബാങ്കുകൾ ലോൺ നൽകത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ക്രെഡിറ്റ് സംബന്ധമായ ഡോക്യുമെന്റുകൾ, അതായത് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ്, മാസ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, പ്രവാസികളാണെങ്കിൽ ഗൾഫിൽ നിന്ന് വേണ്ടുന്ന ഡോക്യുമെന്റ്, ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസിന്റെ ഡോക്യുമെന്റുകൾ, അതായത് ഇൻകം ടാക്സ്, അതല്ലെങ്കിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, കടയുടെ ലൈസൻസിന്റെ കോപ്പി, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റുകളും നമ്മൾ ബാങ്കിൽ കൊടുക്കണം. ക്രെഡിറ്റ് സംബന്ധമായ ഡോക്യുമെന്റ്സ്. അതേപോലെ തന്നെ വസ്തു സംബന്ധമായ ഡോക്യുമെന്റ്, നമ്മുടെ ആധാരങ്ങൾ, മുന്നാധാരങ്ങൾ, കരമടച്ച രസീത്, ബാധ്യത, ലൊക്കേഷൻ സ്കെച്ച്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, തണ്ടുപേര് പകർപ്പ്, വീട്, പ്ലാന്, എസ്റ്റിമേറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കണം. അതേപോലെ തന്നെ വാല്യുവേഷൻ ഡോക്യുമെന്റ്സ്, നമ്മുടെ പ്ലാന്, എസ്റ്റിമേറ്റ്, പഞ്ചായത്തിൽ നിന്ന് ആവശ്യമെങ്കിൽ പെർമിറ്റിന്റെ ഡോക്യുമെന്റുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ നമ്മുടെ സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യും, സെർസായി ചെക്ക് ചെയ്യും. എല്ലാത്തരം ഡോക്യുമെന്റുകളും പൊതുവായി നമ്മൾക്ക് വീട് പണിയുന്നതിന് അല്ലെ വസ്തുവും വീടും വാങ്ങിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റുകളുടെ അതേ പോളിസിക്ക് തന്നെ ഡോക്യുമെന്റുകളെല്ലാം ബാങ്കിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഹോം ലോൺ എക്സ്റ്റൻഷനും മെയിൻ്റനൻസിനും വേണ്ടി നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. അതായത് വസ്തുവിന്റെ ഡോക്യുമെന്റ് നമ്മളുടെ വരുമാനം തെളിയിക്കുന്ന പ്രൂഫുകളെല്ലാം. ഇതനുസരിച്ച് മാത്രമാണ് നമ്മൾക്കൊരു എക്സ്റ്റൻഷനോ മെയിൻ്റനൻസോ ലോൺ ലഭ്യമാകുക. വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് എൻആർഐസ്, സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ സാലറീഡ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പൊതുവായിട്ടൊരു മാനദണ്ഡമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബാങ്കുകൾ നിലവിലുള്ള ഭവനം അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന്, ഓടിട്ട വീട് വാർക്കുന്നതിനും ടൈലിടുന്നതിനും മറ്റും ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാണ്. ടൈലിന്റെ വർക്ക്, അതേപോലെ തന്നെ തേപ്പ്, വീട് തേച്ചിട്ടില്ലാത്ത വീടാണെങ്കിൽ തേക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് ലോൺ നൽകാൻ തയ്യാറാണ്. കിച്ചൺ വർക്കുകൾ, കിച്ചന്റെ കബോർഡ് വർക്ക്, കിച്ചണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് തരം ജോലികളാണെന്നുണ്ടെങ്കിൽ വീടിനകത്തുള്ള ജോലികൾ, അതല്ലെങ്കിൽ വീടിന്റെ ബിൽഡിങ്ങിന് സ്ട്രക്ചറിന് ചേഞ്ച് വരാത്ത എന്ത് ജോലികൾക്കും വീട് മെയിൻ്റനൻസ് ലോൺ ബാങ്ക് നൽകാൻ തയ്യാറാണ്. അതേപോലെ ഗവൺമെന്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്കും മാക്സിമം മെയിൻ്റനൻസ് ലോൺ ആയിട്ട് 15 ലക്ഷം രൂപ വരെ മാത്രമേ ബാങ്കുകൾ നൽകത്തുള്ളൂ. 10 മുതൽ 15 ലക്ഷം വരെ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂ, ബാങ്ക് ഒരു വില നമ്മുടെ വസ്തുവിനും വീടിനും കൂടെ നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിക്കുന്ന വസ്തുവിന്റെയും വീടിന്റെയും വിലയുടെ പരമാവധി 20% കൂടുതൽ ബാങ്കുകൾ മെയിൻ്റനൻസ് ലോൺ ആയിട്ട് നൽകത്തില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ വീടും വസ്തുവും കൂടി 1 കോടി രൂപ മൂല്യം ഉണ്ടെങ്കിലും 20 ലക്ഷം രൂപയിൽ കൂടുതൽ മെയിൻ്റനൻസ് വർക്കിന് ബാങ്കുകൾ ലോൺ അനുവദിക്കത്തില്ല. ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പല സർക്കാർ ഉദ്യോഗസ്ഥര്, പല അല്ലാതെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ടാക്സ് ബെനിഫിറ്റ്സിന് വേണ്ടി മെയിൻ്റനൻസ് ലോൺ എടുക്കാമെന്ന് പലരും വിചാരിക്കും. പക്ഷേ അവരങ്ങനെ വിചാരിക്കുന്ന സമയത്ത് കൂടുതൽ തുക അവർക്ക് കിട്ടത്തില്ല. നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 20% കൂടുതൽ ബാങ്ക് മെയിൻ്റനൻസ് ലോൺ കൊടുക്കത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ പരമാവധി 15 ലക്ഷം രൂപ വരെയൊക്കെ ആയിരിക്കും പലപ്പോഴും ബാങ്കുകൾ കൊടുക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ്റനൻസിന്റെ എസ്റ്റിമേറ്റ് നമ്മൾ സെപ്പറേറ്റ് റെഡിയാക്കി നമ്മൾ ബാങ്കിന് കൊടുക്കണം. അതേപോലെ തന്നെ വസ്തു സംബന്ധമായ ഡോക്യുമെന്റ്, നമ്മുടെ ആധാരങ്ങൾ, മുന്നാധാരങ്ങൾ, കരമടച്ച രസീത്, ബാധ്യത, ലൊക്കേഷൻ, കൈവശം, തണ്ടപ്പേര് തുടങ്ങിയ ഡോക്യുമെന്റുകൾ, വീടിന്റെ പ്ലാന്, മെയിൻ്റനൻസിന്റെ എസ്റ്റിമേറ്റ്, ഇത്രയും കാര്യങ്ങൾ ബാങ്കിന് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് മെയിൻ്റനൻസ് ലോൺ നമുക്ക് അപ്രൂവൽ ആക്കി ബാങ്കിൽ തരത്തുള്ളൂ. വീടിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൂടെ പറയുകയാണ്. ഒന്ന്, എക്സ്റ്റൻഷന് വേണ്ടി അപ്രൂവ്ഡ് പ്ലാൻ പഞ്ചായത്തിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ സ്ട്രക്ചറിന്
വിരുദ്ധമായിട്ട് എന്തെങ്കിലും പണി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് അറ്റാച്ച്മെന്റ് ആയിട്ട് കൂടുതൽ കൂട്ടിച്ചേർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ്ഡ് പ്ലാൻ നിർബന്ധമാണ്. എന്നാൽ നിലവിലുള്ള വീടിന്റെ സ്ട്രക്ചറിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ ടൈലിടുന്നതിന് വേണ്ടി, തേക്കുന്നതിന് വേണ്ടി, പെയിന്റ് അടിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കിച്ചന്റെ കബോർഡ് വർക്കുകളുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ്ഡ് പ്ലാൻ പഞ്ചായത്തിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരമാവധി ലോൺ ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സും മെയിന്റനൻസ് ലോണും ലഭ്യമാണ്. കാലാവധി നമുക്ക് ബാങ്കുകൾ തരുന്നത് 10 മുതൽ 15 വർഷത്തെ കാലാവധി വരെ പരമാവധിയേ കിട്ടത്തുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഭവന വായ്പയുടെ അതേ പലിശ നിരക്ക് തന്നെയായിരിക്കും മെയിന്റനൻസ് ലോണും ബാങ്കുകൾ നൽകുന്നത്. സിബിൽ സ്കോർ, സാലറിയുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ, വാല്യുവേഷന്, ലീഗൽ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ബാങ്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മെയിന്റനൻസ് ലോൺ നമുക്ക് സാങ്ഷൻ ആക്കി തരൂ. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വീട് മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സ്റ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടിന്റെ നിലവിലുള്ള സ്ട്രക്ചറിനോട് കൂടെ കൂട്ടിച്ചേർക്കുന്ന എന്ത് കാര്യങ്ങൾക്കും എക്സ്റ്റൻഷൻ ലോൺ ആയിട്ടാണ് ബാങ്ക് ലോൺ നൽകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റൂം അഡീഷണൽ ആയിട്ട് എടുക്കുന്നതിന്, രണ്ടാം നില പണിയുന്നതിന് വേണ്ടി, ടോയ്ലറ്റ് അഡീഷണൽ ആയിട്ട് പണിത് റൂമിനോട് അല്ലെ വീടിനോട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും എക്സ്റ്റൻഷൻ ലോൺ ആയിട്ടാണ് ബാങ്ക് ലോൺ നൽകുന്നത്. എക്സ്റ്റൻഷൻ ലോൺ ബാങ്ക് നൽകുന്ന സമയത്ത് ലോൺ എസ്റ്റിമേറ്റിന്റെ 90% വരെയാണ് ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാകുന്നത്. ഒരു കാര്യം കൂടെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് ഇരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എക്സ്റ്റൻഷൻ ലോണുകളിലും മെയിന്റനൻസ് ലോണുകളിലും നമ്മൾ നൽകുന്ന എസ്റ്റിമേറ്റിന്റെ 90% വരെ ബാങ്ക് ലോൺ നൽകും. എന്നാൽ മെയിന്റനൻസ് ലോണില് ഒരു ക്യാപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ബാങ്ക്. അതായത് നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 20% കൂടുതൽ മെയിന്റനൻസ് ലോൺ ആയിട്ട് ബാങ്ക് ലോൺ നൽകത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ 1 കോടി രൂപ വരെയാണ് നമ്മുടെ വീടിന്റെ വാല്യൂ എങ്കിൽ നമ്മൾക്ക് 20 ലക്ഷം രൂപ വരെ പരമാവധിയെ നമുക്ക് മെയിന്റനൻസ് ലോൺ ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ നിങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കുന്നത് 30 40 ലക്ഷം രൂപ ആണെങ്കിൽ പോലും പരമാവധി 20 ലക്ഷം രൂപയിൽ കൂടുതൽ മെയിന്റനൻസ് ലോൺ ആയിട്ട് ലഭിക്കത്തില്ല. എന്നാൽ എക്സ്റ്റൻഷൻ ലോണിന്റെ കാര്യത്തിനകത്തില് അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ട അനുബന്ധമായ എസ്റ്റിമേറ്റ് നൽകുന്ന അതനുസരിച്ചിട്ട് അതിന്റെ 90% വരെയും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു 50 ലക്ഷം രൂപയുടെ എക്സ്റ്റൻഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ 40 ലക്ഷം രൂപ വരെയും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്രൂവ്ഡ് പ്ലാൻ പഞ്ചായത്തിൽ നിന്ന് നിർബന്ധമാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിർബന്ധമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 90% വരെയും ബാങ്കുകൾ ലോൺ നൽകും. അതുപോലെ തന്നെ ഭവന വായ്പയുടെ, പ്രത്യേകിച്ച് വീട് പണിയുമായി ബന്ധപ്പെട്ട് എത്ര കാലാവധി വരെയാണോ ബാങ്കുകൾ മറ്റുള്ളവർക്ക് ലോൺ നൽകുന്നത് അത്രയും കാലാവധി വരെ തന്നെ എക്സ്റ്റൻഷൻ ലോണും ലഭിക്കുന്നതാണ്. നമ്മൾ എക്സ്റ്റൻഷൻ ലോണിന് വേണ്ടി അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറഞ്ഞാൽ 20 മുതൽ 60 വയസ്സ് വരെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്റ്റൻഷൻ ലോണുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്രൂവ്ഡ് പ്ലാന്, പെർമിറ്റ്, അതേപോലെ തന്നെ എസ്റ്റിമേറ്റ്, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ബാങ്കിൽ നൽകിയാൽ മാത്രമേ എക്സ്റ്റൻഷൻ ലോൺ നമുക്ക് പാസ്സാക്കി ബാങ്ക് നൽകത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ലോണിന് ടാക്സ് ബെനിഫിറ്റ്സ് ലഭ്യമാണ്. പരമാവധി കാലാവധി ഭവന വായ്പയുടെ കാലാവധി തന്നെ നൽകുന്ന ബാങ്കുകളുണ്ട്. എന്നാൽ ചില ബാങ്കുകൾ 15 വർഷം പരമാവധി മാത്രമേ എക്സ്റ്റൻഷൻ ലോൺ നൽകത്തുള്ളൂ. അതേപോലെ തന്നെ ഭവന വായ്പയുടെ അതേ പലിശ നിരക്ക് തന്നെയായിരിക്കും മിക്ക ബാങ്കുകളും ലോൺ നൽകുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ സിബിൽ സ്കോർ, സാലറിയുടെ ഡീറ്റെയിൽസ്, വാല്യുവേഷന്, ലീഗൽ ഡോക്യുമെന്റ്സ്, അതായത് ആധാര സംബന്ധമായ മുന്നാധാരങ്ങൾ, കരം, ബാധ്യത, ലൊക്കേഷൻ, ഇതുപോലെ വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും, ബാങ്കിന്റെ വാല്യുവേറ്ററിന്റെ വാല്യുവേഷൻ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ സാലറി സംബന്ധമായ ഡോക്യുമെന്റ്, നമ്മുടെ സിബിൽ റിപ്പോർട്ടുകൾ, സെർസായി റിപ്പോർട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെയാണ് ബാങ്കുകൾ എക്സ്റ്റൻഷൻ ആണെങ്കിലും മെയിന്റനൻസ് ലോണുകളാണെങ്കിലും നൽകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടും പെർമിറ്റുമായി ബന്ധപ്പെട്ടും. എക്സ്റ്റൻഷൻ ലോണുകൾക്ക് പെർമിറ്റും എസ്റ്റിമേറ്റും ഇതെല്ലാം നിർബന്ധമാണ്. മെയിന്റനൻസ് ലോണുകൾക്ക് പെർമിറ്റ് നമുക്ക് നിർബന്ധമല്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പരമാവധി തുക എത്രയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.